ഞാൻ ഈ പുസ്തകത്തെ പറ്റി ചെയ്യുന്ന രണ്ടാമത്തെ റിവ്യൂ വീഡിയോ ആണ്. അത്രമേൽ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിട്ട് മാറിയ, ഒരുപാട് പേര് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് നസീഫ് കലൈറ്റ്സ് ഖദീജ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കഥ, വളരെ സിമ്പിൾ ആയ രീതിയിൽ എഴുതിയ സിമ്പിൾ ആയ പുസ്തകം. പക്ഷെ വളരെ സിമ്പിൾ ആണെന്ന് ഇരിക്കവേ ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകളും വരികളും അധ്യായങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഭയാനകമാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഈ ഒരു പുസ്തകത്തെ പറ്റി സംസാരിച്ചോണ്ടിരുന്നപ്പോ അവൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഈ ഒരു പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും, അതായത് ഇപ്പൊ ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തായാലും നമുക്കത് ഒരുപാട് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, അതിലുപരി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് ഇറങ്ങി ചെന്ന് ആ കഥാപാത്രങ്ങളോടൊപ്പം നിന്ന് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലാണ് എഴുത്തുകാരൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളും കഥകളും ഒക്കെ വായിക്കുന്നവരാണല്ലേ. പക്ഷെ ചുരുക്കം ചില പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ആ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മളെ വിട്ട് പിരിയാതെ നമ്മുടെ ചുറ്റും കടന്നിങ്ങനെ കറങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് വളരെ നാളുകളായിട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് നസീഫ് കലൈറ്റിന്റെ ഖദീജ. മുൻപുള്ള എന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2025 ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഖദീജ എന്ന്. അതിന് ഇവിടെ തിരുത്തെഴുതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുടെ പേര് പറയാൻ എന്നോട് ആവശ്യപ്പെട്ട തീർച്ചയായും അതിലൊന്ന് ഖദീജ തന്നെയായിരിക്കും. നിങ്ങൾ ഖദീജ എന്ന പുസ്തകം വായിച്ചിട്ടുള്ള വായനക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.